ഗുഡ് മോർണിംഗ് എവരും. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ അറിയുക എന്നുള്ളത്, യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളത്, യേശുക്രിസ്തുവിന്റെ വഴിയിൽ കൂടെ നടക്കുക എന്നുള്ളതും അവന്റെ വിളി കേട്ട് അവന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് തന്നോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന്റെ വഴി കൂടെ നടക്കുമ്പോൾ നമ്മൾ വിജ്ഞാനമുള്ളവരായി തീരുക ചെയ്യുന്നത്, ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവരായി തീരുക ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് നിന്ന് കിട്ടാവുന്ന സകല കാര്യങ്ങളും കിട്ടാൻ കിട്ടാവുന്നതിൽ വെച്ച് സകല കാര്യങ്ങളും ഉണ്ടായാലും അല്ലെ, ഈ ലോകം തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? യേശുക്രിസ്തു തന്നെ ചോദിച്ചിരിക്കുന്നു അല്ലെ. ഈ ലോകത്തിലുള്ള സകലതിനെ കിട്ടിയാലും വിവേകമില്ലെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ള വിവേകമില്ലെങ്കിൽ ആ വ്യക്തി എന്താ പറഞ്ഞ ഒരു ആടിനെ പോലെയോ മാടിനെ പോലെയോ മൃഗങ്ങളെ പോലെ അല്ലെ, ചത്ത് മണ്ണോട് മണ്ണടിഞ്ഞു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമായിരിക്കും. നമ്മൾ ദൈവത്തെ അറിയുക, അതാണ് ദൈവം നമ്മോട് പറയുന്നത്. യേശുക്രിസ്തു അതാ പറയുന്നത്. യേശുവിനെ അറിയുക, അറിഞ്ഞ് അവന്റെ വഴി കൂടെ നടക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ നമ്മൾക്ക് അന്ത്യമില്ല അല്ലെ. ഈ ലോകത്ത് നമ്മുടെ ശരീരം മാറിപ്പോകുമെങ്കിൽ പോലും പക്ഷെ നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഒരിക്കലും കെട്ടുപോകാത്ത തീയിലായിരിക്കത്തില്ല നമ്മുടെ അന്ത്യം. നമ്മുടെ ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നിത്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒപ്പമായിരിക്കും. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹം കർത്താവേ വളരെ വലുതാണ് നാഥ. ഞങ്ങളെ സ്വീകരിച്ച ദൈവമേ കർത്താവേ, ഞങ്ങള് ഒന്നിനും കൊള്ളാത്തവരായിരുന്നപ്പോൾ തന്നെ കർത്താവ് ഞങ്ങളോട് കരുണ കാണിച്ച് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവം. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ ഗാഡ്, ഹോളി ഓഫ് ഹോളിയിലേക്ക് മേറ്റിപ്പോൾ അത് ഞങ്ങൾക്ക് വാതിൽ തുറന്നുന്ന ദൈവം കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, ഞങ്ങൾക്ക് വേണ്ടി ഹൈ പ്രീസ്റ്റ് ആയിട്ടിരുന്ന പിതാവിന്റെ വലം ഭാഗത്ത് നിൽക്കുന്ന ദൈവം. താങ്ക് യു ജീസസ് മാസ്റ്റർ. നിങ്ങളുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഓ മാസ്റ്റർ, ഇതിനൊന്നും ഞങ്ങൾ ആൾക്കാരല്ല കർത്താവ്. ലോർഡ് ഫാദർ, എന്നാലും ഞങ്ങളെ തേടിയെത്തിയ സ്നേഹം, ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്ന് അനുഗ്രഹിച്ച ദൈവമേ കർത്താവേ. ഞങ്ങളിവിടെ ഓർഫൻ അല്ലേ ഈ ലോകത്തിൽ കർത്താവ്. ഞങ്ങൾക്കൊരു നാഥനുണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ്. ഞങ്ങളെ മനുഷ്യവർഗത്തെ കർത്താവ്, വീണുപോയ മനുഷ്യവർഗത്തെ ദൈവമേ, മഹാനായ ദൈവത്തിന്റെ, സൃഷ്ടാവായ ദൈവത്തിന്റെ ആലയമാക്കി തീർക്കുന്ന യേശു അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. നന്ദി പിതാവ്, നന്ദി പിതാവ്. അബ്ബാ ഫാദർ, അങ്ങയുടെ സ്നേഹത്തിനായിട്ടും മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ലോർഡ് ഫാദർ, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു ജീസസ് നെയിം, ആമേൻ. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് പോകും. സങ്കീർത്തനത്തിന്റെ 49 ചാപ്റ്റർ വാക്യം. സങ്കീർത്തനത്തിന്റെ 49. മനുഷ്യന്റെ ജീവിതം ദൈവം ഇല്ലെങ്കിൽ എങ്ങനെയാണ്, ദൈവത്തെ പറ്റി ഉള്ള അറിവ് ഇല്ല എങ്കിൽ എങ്ങനെ ഉള്ളതാണ് എന്നതിനെ പറ്റി കാണിക്കുന്ന സങ്കീർത്തനമാണിത്. കുറേയധികം പണമുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നാണ് ദൈവം ഈ അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനാണെങ്കിൽ, വിശ്വാസമുള്ളവരാണെങ്കിലും വിശ്വാസത്തിലില്ലാത്തവരാണെങ്കിലും മിക്കവാറും ആൾക്കാർ തന്നെ എങ്ങനെയെങ്കിലും കുറച്ചധികം പണമുണ്ടാക്കണം, എങ്ങനെയെങ്കിലും പണക്കാരനാകണം, എങ്ങനെയെങ്കിലും കുറച്ച് ഫെയിം ഉണ്ടാകണം അല്ലെ എന്ന് വിചാരിച്ച് നടക്കുന്ന പല ആൾക്കാരുണ്ട്. എല്ലാ വിശ്വാസങ്ങളെ പറ്റി ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല. കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ട് അല്ലെ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ലോകത്തുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് അവരുടെ താല്പര്യം. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ പെട്ടെന്ന് ഒന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സൺസ് ഓഫ് കോറ എഴുതിയതാണ്. ഇതിലെ കോറയുടെ മക്കൾ എഴുതിയത് 3 പേരാണ് കോറയ്ക്ക് മക്കളായിട്ടുണ്ടായത്. അപ്പൊ കോറയുടെ കാര്യമൊക്കെ നമുക്കറിയാം. ദൈവത്തെ എതിർത്തവർ അല്ലെ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, മോസസിനെ ദൈവം തിരഞ്ഞെടുത്തതാണ്. മോസസ് വലിയ ആളാണ്, മോസസ് എല്ലാവരെയും ഭരിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി അല്ലെ. ദത്തനും അബ്രാമും എല്ലാം വന്നിട്ട് ആകപ്പാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അതിന് ഒരിക്കൽ പോലും മാറ്റമില്ല. മോസസിനെയാണ് ദൈവം അവരെ കനാനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കനാൻ എൻട്രി ചെയ്തില്ല മോസസ്, എങ്കിൽ പോലും കനാന്റെ ബോർഡർ വരെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ആൾ മോസസിനെ ലീഡറാക്കി കണ്ടിട്ട്, മോസസിനെ പോലെ പിന്നെ ഒരു പ്രോഫറ്റ്, പിന്നെ ഒരു ലീഡർ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തിരഞ്ഞെടുക്കുന്ന യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്ന വ്യക്തികളാണ് അല്ലെ. എബ്രഹാമിനെ പോലെ പിന്നെ വേറൊരു വ്യക്തി വന്നിട്ടില്ല അല്ലെ. ഐസക്കിനെ പോലെ, ജേക്കബിനെ പോലെ വേറൊരു വ്യക്തികൾ വന്നിട്ടില്ല. മോസസിനെ സംബന്ധിച്ച് അങ്ങനെ തന്നെ. ഡേവിഡിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാ, അതേപോലത്തെ രാജാവ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള വ്യക്തികളാണ് ഇവരെല്ലാം അല്ലെ. ഇപ്പൊ കോറയുടെ മക്കൾക്ക് കാര്യം പിടികിട്ടി. കോറയുടെ മക്കള് ദൈവത്തിനൊപ്പം നിന്നു അല്ലെ. അപ്പൊ കോറയുടെ മക്കൾ എഴുതിയ സങ്കീർത്തനമാണിത്.
അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സകല ജാതിയുമായിട്ടുള്ളവരെ ഇത് കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവി കൊൾവിൻ. സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എല്ലാവരോടും കേൾക്കാൻ പറയുവാണ് അല്ലെ. നമ്മൾക്ക് ഒരു പറ്റ ആൾക്കാരോട് മാത്രമല്ല പറഞ്ഞത്, ഇസ്രായേൽ മക്കളോടല്ല പറഞ്ഞത്, സകല വാസികളും ഭൂതലത്തിൽ മനുഷ്യരായിട്ടുള്ള സകല ആൾക്കാരോടും പറയുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ചെവി തരുവിൻ അല്ലെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് പറഞ്ഞിരിക്കുക. എന്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കും, എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും. ഞാൻ സദൃശവാക്യത്തിന് എന്റെ ചെവി ചായ്ക്കും, കിന്നരനാദത്തോടെ എന്റെ കടങ്കഥ കേൾപ്പിക്കും. അകൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്നു, എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമ്പത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു അല്ലെ. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, എല്ലാവരോടും കേൾക്കാൻ പറയുക. എല്ലാ വ്യക്തികളും വലുതും ചെറുതുമായിട്ടുള്ള പണക്കാരും ദരിദ്രരും എല്ലാവരും കേൾക്കണം. മനുഷ്യനായിട്ട് ലോകത്തിൽ ജനിച്ചിരിക്കുന്ന സകലരും കേൾക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ സങ്കീർത്തനം എഴുതിയ ആളിവിടെ പറയുക, അകൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്ന എന്തിന് അല്ലെ. എന്നെ എന്താ പറയാ ിനു വേണ്ടി, എന്നെ കഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ, എനിക്ക് അകൃത്യം ചെയ്യുന്നതിന് വേണ്ടി, എന്നെ മോശപ്പെട്ട രീതിയിലേക്ക് എന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ ഓടിയെത്തുണ്ട്. പക്ഷെ എന്തിനാണ് ഞാൻ അതിനെപ്പറ്റി ഭയപ്പെടുന്നത് എന്ന് ഇവിടെ ചോദിക്കുക. 6ാമത്തെ വാക്കും പറയാം, അവർ തങ്ങളുടെ സ്വത്തിൽ ആശ്രയിക്കും, ധനസമ്പത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. തങ്ങൾക്ക് കുറച്ച് പണമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെ, തങ്ങളുടെ ജീവിതമാണ് ഏറ്റവും വലിയതെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെ, ഞാൻ വലിയവനാണെന്ന് വിചാരിച്ചുകൊണ്ട്, തങ്ങളുടെ എന്താ പറയുക പണത്തിന്റെ ആ ഹുങ്കിൽ അഹങ്കരിച്ചുകൊണ്ട്, അതിനെ ആശ്രയിച്ചുകൊണ്ട്, അതിനെപ്പറ്റി ബോസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ പറ്റിയാണ് താഴേക്ക് വരുന്ന കാര്യങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ അവർക്ക് കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതും അത് ഒരു നാളും സാധിക്കുകയുമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, തങ്ങളുടെ സഹോദരൻ എന്ന് വെച്ച് വളരെയധികം പണമുണ്ട്, ഞാൻ വലിയവനാണ്, എന്നെ കൊണ്ട് എന്തും സാധിക്കും എന്ന് നടക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് അവരെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയോ അവരെ സഹോദരനെ രക്ഷിക്കുന്നതിന് വേണ്ടിയോ അവരെ പണം കൊണ്ട് സാധിക്കത്തില്ല. എന്തു കൊടുത്തെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ ആത്മാവിനെ വിലയിടാൻ മറ്റൊരു വ്യക്തിക്ക് സാധിക്കത്തില്ല. എന്തു കൊടുത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്താ തക്കതായിട്ടുള്ള മണി കൊടുത്തിട്ടോ ഒരു വ്യക്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ അല്ലെ, ഇന്നഫായിട്ടുള്ള മണി കൊടുത്തിട്ട് ഒരു വ്യക്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. ഈ ലോകത്തുള്ള ഒന്നിനും കൊണ്ട് ഒരു വ്യക്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സാധിക്കത്തില്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ഈ ലോകം മൊത്തം നേടിയെന്ന് പറഞ്ഞാലും, ലോകത്തുള്ള സകലം നേടിയെന്ന് പറഞ്ഞാലും അല്ലെ, ഒരു ആത്മാവിനെ വീണ്ടെടുക്കാൻ അത് മതിയാകുന്നതല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി മരിച്ചത് അല്ലെ. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിന് മാത്രമേ നമ്മളെ വീണ്ടെടുക്കാനുള്ള എന്താ പറയുന്നത് ഒരു കഴിവുള്ളൂ അല്ലെ, അതിനുള്ള വാല്യൂ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് നമ്മൾക്ക് വേണ്ടി മരിക്കുകയും നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നൊരു പുതിയ ജീവിതം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പണം കൊണ്ട് ഒരു കാര്യവുമില്ല, പദവി കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് ഇവിടെ ദൈവം കാണിച്ചു വെച്ചിരിക്കുക. ഫ്യൂട്ടിലിറ്റി, മനുഷ്യന്റെ എന്താ പറയാ നിഷ്ഫലത അല്ലെ, മനുഷ്യന്റെ ജീവിതത്തിന് നിഷ്ഫലത. ദൈവമില്ലെങ്കിൽ, ദൈവം ആരെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഒപ്പം നടന്നില്ലെങ്കിൽ, യേശു ക്രോസ് ഓഫ് കാൽവരിയിൽ എന്ത് വിജയമാണ് നമ്മൾക്ക് നേടിത്തന്നെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയാണ് ദൈവം ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എത്രമാത്രം പണമുണ്ടെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന വ്യക്തികൾ ഈ ലോകത്തുണ്ട്. എത്രമാത്രം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയും കൈയടക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തുണ്ടെന്നുള്ള കാര്യം ഓർത്ത് നോക്കുകയാണ്. അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എത്രമാത്രം പണം ഉണ്ടെന്ന് പറഞ്ഞാലും നിനക്ക് നിന്റെ ആത്മാവിനെയോ നിന്റെ സഹോദരന്റെ ആത്മാവിനെയോ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ആത്മാവിനെയോ രക്ഷപ്പെടുത്താൻ നിനക്ക് സാധിക്കത്തില്ല. നിന്റെ മണിയും കൊണ്ട് നിന്റെ പണവും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് യാതൊരു പ്രയോജനം. കാരണം നിന്റെ പണത്തിന് ലിമിറ്റ് ഉണ്ട്. മനുഷ്യവർഗത്തോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നീ ലിമിറ്റഡ് ആണ് അല്ലെ. നിനക്ക് എന്താ പറയുക അതിർവരമ്പുകളുണ്ട്. ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് അതിർവരമ്പില്ല. കാരണം നമ്മൾ വഴി ഓപ്പറേറ്റ് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ്
അല്ലെ. നമുക്കറിയാം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്ന വർക്കുകൾ അല്ലെ, ജോണിന്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 14-ാമത്തെ ചാപ്റ്ററിലെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഉള്ളിൽ വസിക്കുന്ന പിതാവാണ് ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ, നമ്മൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നമ്മൾ മുദ്രയിട്ട് കഴിയുമ്പോൾ, നമ്മള് ഈ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മൾ വഴി വർക്ക് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ്, അവിടെ ഒരു ലിമിറ്റേഷൻ ഇല്ല മനുഷ്യന് അല്ലെ. കാരണം ഈ ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമാണ് പിന്നെയും പോകുന്നെങ്കിൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം പിന്നെയും നമ്മളുടെ വഴി കൂടിയാണ് പോകുന്നത്, നമ്മുടെ ഇഷ്ടപ്രകാരമാണ് പോകുന്നതെങ്കിൽ, പിന്നെയും നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക തന്നെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ പണം കൊണ്ട് അവനെ തന്നെ വീണ്ടെടുക്കാനോ അവന്റെ സഹോദരനെ വീണ്ടെടുക്കാനോ സാധിക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പണം ആവശ്യത്തിന് വേണം. പണം ഇല്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കത്തില്ല. പക്ഷെ പണം ഒന്നുമല്ല എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ 9-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതും അത് ഒരു നാളും സാധിക്കുകയുമില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടുവെച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുല്ലോ. ജ്ഞാനികൾ മരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ജ്ഞാനികളും മൂഢനും മൃഗപ്രായനും എല്ലാവരും ഒരേപോലെ മരിക്കുന്നു. ജ്ഞാനികൾ എന്നിവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ വിജ്ഞാനം അനുസരിച്ച് ജ്ഞാനികൾ ആയിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായെങ്കിൽ അല്ലെ. നമ്മൾക്കറിയാം ഈ സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ സങ്കീർത്തനത്തിൽ പോകുമ്പോൾ 2-ാമത്തെ വാക്കില് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു അല്ലെ. ആർക്കെങ്കിലും വിവേകമുള്ളവനുണ്ടോ, ആർക്കെങ്കിലും ജ്ഞാനമുള്ളവനുണ്ടോ എന്നുള്ളത്. ജ്ഞാനത്തെ പറ്റി അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, എന്നെ അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ ഒപ്പമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് വിജ്ഞാനമുണ്ടോ ചുരുക്കം. അപ്പൊ അവരെ പറ്റിയല്ല പറയുന്നത്, അവരുടെ മരണത്തെ പറ്റിയല്ല പറയുന്നത് അല്ലെ. റൈച്ചസ് ആയിട്ടുള്ള ആളിന്റെ, നീതിമാന്റെ മരണത്തെ പറ്റിയല്ല പറയുന്നത്. നീതിമാൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ മരണത്തെ പറ്റിയല്ല പറയുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ മരണം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മളൊരു വീട് മാറുമ്പോൾ, ഒരു അപ്പാർട്ട്മെന്റ് മാറുമ്പോൾ നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യും അല്ലെ. വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞ പോലെ മാത്രമേ ഉള്ളൂ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ മരണം എന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ എത്ര നാൾ താമസിച്ചിരുന്നു, ഇവിടുത്തെ കാര്യം കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ ഒപ്പമാണ് അല്ലെ. ഇനിയിപ്പോ തിരിച്ചു വരും, യേശുക്രിസ്തുവിന്റെ ഒപ്പം തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട് അല്ലെ. യേശുക്രിസ്തു അപ്പിയർ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, പിന്നെ ഭരിക്കുന്നതിന് വേണ്ടി ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് യേശുക്രിസ്തുവിന്റെ കൂടെ വരും അല്ലെ. അപ്പൊ നമുക്കറിയാം കൊളോസ്യ ലേഖനത്തിന്റെയൊക്കെ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നു, 1-2 വാക്കുകളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ദൈവം തിരിച്ചു വരുന്ന സമയത്ത് നമ്മള് ദൈവത്തിന്റെ ഒപ്പം തിരിച്ചു വരും. അപ്പൊ നമ്മളുടെ മരണം, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ മരണം ഒരു അഡ്രസ്സ് മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള ജ്ഞാനികളുടെ മരണം അത് അങ്ങനെയൊന്നുമല്ല അല്ലെ. അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞു 10-ാമത്തെ വാക്കുണ്ട്, ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിലനിൽക്കും എന്നിങ്ങനെയായിരുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിട്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ അല്ലെ. പണമുണ്ടാക്കാനും പടവെട്ടി പിടിക്കുന്നതിന് വേണ്ടി പറമ്പും എന്താ പറയുക, തെങ്ങും തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, കാറും ബംഗ്ലാവും ഉണ്ടാക്കുന്നതിന് വേണ്ടി മനുഷ്യൻ അല്ലെ എല്ലാം ഉപേക്ഷിച്ച്, ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെ, തങ്ങളുടെ മോറലായിട്ടുള്ള വാല്യൂവിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തും ചെയ്തിട്ടും വേണ്ടില്ല, കുറേയധികം പണം ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി മനുഷ്യര് മുമ്പോട്ട് ഇറങ്ങുമ്പോൾ, ഇതൊക്കെ വിട്ടിട്ട് പോകുന്ന ഒരു കാലം വരുമെന്നും അല്ലെ, ഇതൊന്നും ശാശ്വതമല്ല എന്നുമുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാകാതെ പോകുന്നു അല്ലെ. അതിനുള്ള അവർക്ക് മനസ്സില്ലാതായി പോകുന്നു. നമുക്കറിയാം വെളിപാട് പുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ദൈവത്തില് മരിക്കുന്നവർ അല്ലെ, എന്താ പറയുക, ദൈവത്തിൽ മരിക്കുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരാ. ഭാഗ്യവാൻ എന്നല്ല, അനുഗ്രഹിക്കപ്പെട്ടവർ. കാര്യം വെച്ചാൽ അവർക്ക് ദൈവത്തിൽ റെസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ളത് എന്താ പറയുക, അവരുടെ അവര് ചെയ്ത വർക്ക് അല്ലെ, ദൈവത്തിൽ ചെയ്ത വർക്ക് അവരെ ഫോളോ ചെയ്യുക തന്നെ ചെയ്യും അല്ലെ. അത് പിന്നെ നമുക്കറിയാം റെവലേഷന്റെ തന്നെ 20-ാമത്തെ
ചാപ്പലിലേക്ക് വരുമ്പോൾ അറിയാം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ അല്ലെ, പണമുള്ളവരായിട്ട് പണമില്ലാത്തവരായിട്ട് ചെറുവനും വലുതനും എല്ലാം ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ആ സിംഹാസനത്തിൽ എന്താ പറയാ ന്യായാധിപനായ യേശുക്രിസ്തു ഇരിക്കുമ്പോൾ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരുമ്പോ അവിടെ നമ്മളെ വിലയിടുന്ന എന്തുകൊണ്ട് ദൈവത്തിന്റെ ബുക്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ അല്ലെ, പ്രവൃത്തികൾ അത് ദൈവം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ ദൈവം നോട്ട് ചെയ്യുന്നുണ്ടോ, അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് രണ്ടാമത്തെ മരണം ഒരു പ്രശ്നമേ ആകുന്നില്ല. പക്ഷെ ഇവിടെ ആൾക്കാര് ദൈവം പറയുന്നുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് തങ്ങളുടെ പേരിടും അവരുടെ സ്ഥലത്തിനും കൂടെ അല്ലെ, അവര് ജീവിതകാലം മൊത്തം ഉണ്ടാകുമെന്ന് അവര് ജീവിതം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ അവരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വത്തുകൾ അവര് സ്വരൂപിച്ചു കൂട്ടുന്നു, അതൊന്നും തെറ്റാവുന്നില്ല. പക്ഷെ ദൈവത്തിൽ നിന്നുകൊണ്ടുള്ള സ്വത്ത് സ്വരൂപിക്കുക അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിലായിരിക്കട്ടെ അല്ലെ, ദൈവം പറയുന്ന അനുസരിച്ച് ജീവിക്കട്ടെ. ദൈവം സ്വത്ത് തന്നു കഴിഞ്ഞാൽ ഗുഡ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതമുള്ളൂ, യേശുക്രിസ്തുവിൽ മാത്രമേ ജീവിതമുള്ളൂ അല്ലെ. കുറെ സ്വത്ത് സമ്പാദിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് വേണം അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വേണമെന്ന് പറഞ്ഞ് മാത്രം നമ്മൾ സ്വരൂപിക്കാതെ ദൈവമേ അങ്ങയുടെ രാജ്യം എങ്ങനെ വളർത്താൻ പറ്റും, എനിക്ക് അങ്ങ് തരുന്ന ഈ സ്വത്ത് കൊണ്ട് എനിക്ക് എങ്ങനെ അങ്ങയുടെ രാജ്യം വളർത്താൻ പറ്റും, എനിക്ക് എങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്യാൻ പറ്റും അല്ലെ. അതിനായിട്ടാണല്ലോ ദൈവമേ അങ്ങനെ വിളിച്ചിരിക്കുന്നത്, അതിനായിട്ടാണല്ലോ കർത്താവ് ലോർഡ് ഫാദർ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങയുടെ വർക്ക്മാൻഷിപ്പ് ആണല്ലോ ഞാൻ അല്ലെ. ദൈവം എനിക്ക് വേണ്ടി നേരത്തെ കരുതിയിരിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അങ്ങയുടെ വർക്ക്മാൻഷിപ്പ് ആണല്ലോ ഞാൻ. അതെനിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതാണ് നമ്മളുടെ മനസ്സിന്റെ കരച്ചിലെങ്കിൽ, അതാണ് നമ്മളുടെ പ്രാർത്ഥനയെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു കാഴ്ചപ്പാടിക്കോട് ജീവിക്കുന്നത് ആൾക്കാരൊന്നും വളരെ ഇല്ല ലോകത്തിൽ അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക തങ്ങളുടെ എന്താ പറയാ വാസസ്ഥലങ്ങൾ തലമുറയായി നിലനിൽക്കും എന്നിങ്ങനെ അവരുടെ അന്തർഗതം അല്ലെ, അവരുടെ ചിന്ത ഇതാണ്, മനസ്സിന്റെ ചിന്ത ഇതാണ് അല്ലെ. തങ്ങൾ ഉണ്ടാക്കുന്ന പണം അല്ലെ, എന്റെ ശേഷം എന്റെ കാലം കഴിയുമ്പോഴേക്കും എന്റെ മക്കൾക്ക് കിട്ടും, എന്റെ മക്കൾ കഴിയുമ്പോഴേക്കും അവരുടെ മക്കൾക്ക് കിട്ടും. അപ്പൊ ഞാൻ കുറയാതെ സ്വത്തുകൾ എല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് അല്ലെ. അതാണ് അവരുടെ അന്തർഗതം എന്ന് വെച്ചാൽ മനസ്സിന്റെ ഉള്ളിലെ വിചാരം അങ്ങനെയാണ്. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, തനിക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് താൻ കുറേയധികം പണക്കാരനായി കഴിയുമ്പോഴേക്കും ലോകം അവരെ ബഹുമാനിക്കുക തന്നെ ചെയ്യും. പക്ഷെ അങ്ങനെ എത്രമാത്രം ബഹുമാനം ഉണ്ടെന്ന് പറഞ്ഞാലും എത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എന്താ പറയുക ചത്തുപോകുന്ന മൃഗത്തിന് തുല്യൻ മാത്രമാണ് ഒരു വ്യക്തി എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇത് ശാസ്ത്രക്കാരുടെ ഗതിയാണെന്നും അല്ലെ, അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നു അല്ലെ. സ്വാശ്രയക്കാരുടെ തന്നെ ആശ്രയിക്കുന്ന, തന്റെ ഐഡിയ ആണ് കറക്റ്റ് എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ആൾക്കാർ അല്ലെ, ഫൂളുകൾ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫൂളിഷായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഗതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് അനുയായികൾ ഉണ്ടായിരിക്കും, അവര് അനന്തരവരെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവര് അല്ലെ, അവരുടെ എന്താ പറയാ അവകാശവാദമൊന്നുമില്ല, ഈ അവരുടെ ഇനി തലമുറകൾ എല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇവരെ കാഴ്ചക്കാര് എന്താ പറയാ ഇവരുടെ കാഴ്ചപ്പാടിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഇവരുടെ ഗതി എന്തെന്ന് പറഞ്ഞാല് വിവേകം ബുദ്ധിയുമില്ലാത്ത മൃഗങ്ങളെ പോലെ ചത്ത് മണ്ണടിയുന്ന മൃഗങ്ങളെ പോലെ ആയിരിക്കും അവസ്ഥ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയ്ക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ അവരുടെ രൂപം ഇല്ലാതെയാക്കും, പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എന്റെ പ്രാണ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും അല്ലെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പണത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാര്, പദവിക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാർ, പ്രശസ്തിക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരെ പറ്റി ഇങ്ങനെ പറഞ്ഞ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയ്ക്കുന്നു അല്ലെ. പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്ന, കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന, നശിപ്പിക്കുന്നതിന് കൊണ്ടുപോകുന്ന ആടുകളെ പോലെയാണ്. അവരെ ആട്ടിടയൻ എന്ന് പറഞ്ഞ ദൈവമല്ല, മൃത്യുവാണ്, മരണമാണ് അവരുടെ ആട്ടിടയൻ. അവർ പോകുന്ന വഴി വളരെയധികം ബ്രോഡായിട്ടുള്ള, വളരെയധികം വിസ്താരമായിട്ടുള്ള, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ജീവിതത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ ഇടുക്കം നിറഞ്ഞാണ്. അതിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്, പക്ഷെ നാശത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു വളരെ എന്താ പറയാ വിസ്താരമുള്ളതാണ്. അതിലേക്കുള്ള ഗേറ്റ് എന്ന് നാശത്തിലുള്ള ഗേറ്റ് എന്ന് പറഞ്ഞാല് വളരെ ബ്രോഡായിട്ടുള്ള, വളരെ വിസ്താരമായിട്ടുള്ളതാണ് അല്ലെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇവര് തങ്ങൾക്ക് വേണ്ടി ലോകത്തെ സകല കാര്യങ്ങളും
എന്താ പറയുക സുരുക്കൂട്ടി വെക്കുമ്പോ അല്ലെ, തങ്ങൾക്കുള്ള ആവശ്യങ്ങൾ, തങ്ങളുടെ മക്കൾക്കുള്ള ആവശ്യങ്ങൾ, തലമുറകൾക്ക് 10 തലമുറക്ക് തിന്നാനുള്ള പാടവും തെങ്ങും തോപ്പും ഉണ്ടാക്കുമ്പോ ദൈവത്തെ മറന്നു പോവുകയാണെങ്കിൽ നയിക്കപ്പെടുന്നത് പിശാചിന്റെ കയ്യിലായിരിക്കും, മരണത്താലായിരിക്കും അല്ലെ, പോകുന്നത് പാതാളത്തിലേക്കായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആടുകളെ ഏൽപ്പിച്ചിരിക്കുന്നത് പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മുത്തി അവരെ നയിക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും അല്ലെ. ദൈവത്തിൽ വിശ്വസിക്കുന്ന നേരുള്ളവർ അല്ലെ, ദൈവത്തിന്റെ മക്കൾ ഇവരെ വാഴുന്ന ഒരു കാലം വരും. ഇവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടമാകും. എങ്കിലും എന്റെ പ്രാണന് ദൈവം അല്ലെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിങ്ങനെ പറയാൻ പറ്റും. എന്റെ പ്രാണന് ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ എന്നെ കൈക്കൊള്ളും അല്ലെ എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിലെ മഹത്വം വർദ്ധിച്ചാൽ നീ ഭയപ്പെടരുത്. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല. അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യൻ നിന്നെ പുകഴ്ത്തും. അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചേരും. അവർ ഒരു നാളും വെളിച്ചം കാണുകയുമില്ല. ഇനി 20ാമത്തെ വാക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വലിയ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ പണക്കാരനെന്ന് അല്ലെ ആയിട്ടിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ ഫേമസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, മറ്റുള്ളവർ പ്രശംസിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ, അവർക്ക് വിവേകമില്ലെങ്കിൽ അല്ലെ, വിവേകമില്ലെങ്കിൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മാനം ഒരു വ്യക്തിക്ക് എന്താ പറഞ്ഞ, ഈ ലോകം ഒരു മാനം കൽപ്പിക്കും അല്ലെ. പണമുള്ളവന് വളരെയധികം മാനമാണ് അല്ലെ, ഈ മാന്യൻ എന്നാണ് പറയപ്പെടുന്നത് ഈ ലോകത്തുള്ളവർ അല്ലെ. പണമുള്ളവരെ സഹായിക്കുന്നതിന് ഒരുപാട് പേരുണ്ട്, പണമുള്ളവരുമായിട്ട് സുഹൃത്ത് ബന്ധത്തിലാകുന്നതിന് വേണ്ടി ഒരുപാട് പേരുണ്ട് അല്ലെ. അവർക്ക് വളരെ വിലയാണ് സമൂഹത്തില്. പക്ഷെ പണമില്ലാത്തവന്റെ കാര്യം അങ്ങനെയല്ല, അവർക്ക് മാന്യതയില്ലാത്ത വ്യക്തികൾ എന്നാണ് ആൾക്കാർ ഈ ലോകം പറയുന്നത് അല്ലെ. അവർക്ക് മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയാന്ന് അറിയത്തില്ല എന്നാണ് ആൾക്കാരെ പറ്റി, പണമില്ലാത്തവരെ പറ്റി പൊതുവായുള്ള ഒരു ധാരണ അല്ലെ. ഒന്നിനും കൊള്ളാത്ത ആൾക്കാർ അല്ലെ, വിവേകമില്ലാത്ത ആൾക്കാർ, അങ്ങനത്തെ ഒരു തരത്തിലുള്ളൊരു പറച്ചിലാണ് ഈ ലോകം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, നിങ്ങൾക്ക് വലിയ മാന്യത ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വലിയ, ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ അത് ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഓണറുള്ള മനുഷ്യർ എന്നാ പറഞ്ഞിരിക്കുന്നത്, മാന്യതയുള്ള മനുഷ്യർ എന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ. വേറെ കുറച്ച് ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത് പണവും പദവിയും ഉള്ള വ്യക്തികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാലോ, മാന്യതയുള്ളവരാണെങ്കിൽ അല്ലെ, സമൂഹം മാന്യത കൽപ്പിച്ചിരിക്കുന്ന, മാന്യത എന്ന് പറയുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു മാന്യതയുള്ളൂ, അതിനെപ്പറ്റിയല്ല, സമൂഹം വില ഇട്ടിരിക്കുന്ന ഒരു മാന്യത, അങ്ങനെയുള്ള വ്യക്തികളാണ്. പണമുള്ളവരാണെങ്കിൽ എന്താന്ന് പറഞ്ഞാലും വിവേകമില്ലെങ്കിൽ അല്ലെ, വിവേകമില്ലെങ്കിൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. ഇനി വിവേകം ഇല്ലാത്തവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തങ്ങൾ പണം ഉണ്ടാക്കണം അല്ലെ, തങ്ങൾക്ക് വലിയവരാകണം, തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കണം അല്ലെ, ദൈവത്തെ മറന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഫൂളിഷ് ആയിട്ടുള്ള വ്യക്തികൾ, വിവേകമില്ലാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സദൃശ്യവാക്യത്തിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വാക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു അല്ലെ. വിവേകമില്ലാത്ത വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ കണ്ണിൻ പ്രകാരമുള്ള വിവേകത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, എത്രമാത്രം പഠിച്ചിട്ടുള്ളതിനെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെ, അവരെ പറ്റിയുള്ള അറിവ് വിവേകം ആകുന്നു, ദൈവത്തെ പറ്റിയുള്ള അറിവ് വിവേകമാകുന്നു. ഇനി അറിവിനെ പറ്റി ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ദൈവത്തെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കാര്യമില്ല. എനിക്ക് യേശുക്രിസ്തുവിനെ അറിയാം, ഞാൻ യേശുക്രിസ്തുവിന്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് പോകും, 1ാമത്തെ ലേഖനം 2ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ, നേരത്തെ നമ്മൾ വായിച്ച സദൃശവാക്യത്തിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ പരിജ്ഞാനം, അവനെ പറ്റിയുള്ള പരിജ്ഞാനമാണ് എന്താ പറയാ വിവേകം എന്ന് പറഞ്ഞു. അപ്പൊ പരിജ്ഞാനം എന്ന് പറഞ്ഞാല് അറിവ് അല്ലെ. അപ്പൊ ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് നമ്മൾ ഒബേ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ദൈവത്തിലേക്ക് നോക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? അവന്റെ കൽപ്പനകൾ എന്താ പറയാ അനുസരിച്ച് നടക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ദൈവം ഈ ലോകത്തിലേക്ക് നോക്കുന്നു, ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നത്. ഇങ്ങനെ സങ്കീർത്തനം 14ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അല്ലെ,
എന്താ രണ്ടാമത്തെ വാക്കിനെ പഠിക്കുക, ദൈവം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ട് എന്ന് കാണുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കും. ദൈവം നോക്കുവാണ് സ്വർഗത്തിന്റെ താഴേക്ക് മനുഷ്യപുത്രന്മാരെ നോക്കുവാണ്. ഇവർക്ക് ആർക്കെങ്കിലും ബുദ്ധിയുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും എന്താ പറയാ ജ്ഞാനമുള്ള വ്യക്തികളാണോ? അപ്പൊ അതെങ്ങനെ ജ്ഞാനം എങ്ങനെ വരുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്കാണ് വരുന്നത്. ദൈവത്തെ എനിക്കറിയണം, അല്ലെ? എന്റെ ദൈവത്തെ എനിക്കറിയാം, എന്റെ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് എങ്ങനെ മനസ്സിൽ തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തികൾക്കാണ് വിജ്ഞാനമുള്ള. അവനിൽ നിന്നാണ് വിജ്ഞാനമുള്ള, അവനിലുള്ള എന്താ പറയാ ഭയത്തിൽ നിന്നാണ് വിജ്ഞാനം വരുന്നത്, അല്ലെ? അപ്പൊ യേശുവിന്റെ വഴി കൂടെ നടക്കുമ്പോഴാണ്, യേശുവിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, യേശു പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അറിയാം എന്ന് പറയുന്നത്. ദൈവത്തെ അറിയുന്നത് ആണ് വിവേകം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്കറിയാം, സഭാപ്രസംഗിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാ. നമ്മള് 8ാമത്തെ ചാപ്റ്ററിന്റെ 8ാമത്തെ വാക്കിന് പറഞ്ഞേക്കുന്നത് നമ്മളുടെ ആത്മാവിന്റെ പൊക്കത്ത്, അല്ലെ? നമുക്കൊരു കൺട്രോളും ഇല്ല, അല്ലെ? നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്, മരണത്തിന്റെ ദിവസത്തെ പറ്റി നമുക്ക് ഒരു കാര്യം അറിയത്തില്ല, അല്ലെ? എന്റെ ജീവിതം ഇല്ല, ഞാൻ മരിക്കാൻ സമ്മതിക്കത്തില്ല, ഞാൻ ഇപ്പൊ മരിക്കുന്ന താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അല്ലെ? നമ്മൾ മരിക്കേണ്ട ഒരു സമയം വരുന്നുണ്ട്. അത് ദൈവമാണ് തീരുമാനിക്കുന്നത് എന്ന്, എപ്പോ ഏത് സമയത്താണ് ഓരോ വ്യക്തികൾ എന്ന് മരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മുടെ ആത്മാവിനെ തടുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കത്തില്ലെങ്കിൽ നമ്മുടെ മരണത്തിന്റെ ദിവസം തീരുമാനിക്കാൻ, അല്ലെ? ഒരു മരണ ദിവസത്തിന്മേൽ അധികാരം ആർക്കും ഇല്ലായെങ്കിൽ നമ്മള് എന്താ പറയുക, ദൈവത്തിന്റെ ഒപ്പം നടക്കുക, അല്ലെ? അപ്പൊ നമ്മൾ വിവേകമുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ വിവേകമില്ലാത്ത വ്യക്തികളെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, എത്രമാത്രം മാന്യതയുണ്ടെന്ന് വിചാരിച്ചു, എത്രമാത്രം പണമുണ്ടെന്ന് വിചാരിച്ചു, എന്നിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന് വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗം ദൈവത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ അന്തരംഗം, നമ്മുടെ ഹൃദയത്തിന് ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ഉള്ളതെങ്കിൽ, നമ്മുടെ പ്രാണൻ ദൈവത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ളത് അല്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് എന്താ പറയാ ഇരുട്ട് മാറിപ്പോയിട്ടില്ലെങ്കിൽ, അല്ലെ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിവേകമില്ലാത്ത വിവേകശൂന്യമായിട്ടുള്ള മൃഗങ്ങൾക്ക് തുല്യരാണ്, നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമാണ് നമ്മളുടെ ഹൃദയത്തിന്റെ ഇരുട്ടിനെ മാറ്റുന്നത്, അല്ലെ? നമുക്ക് 18ാമത്തെ സങ്കീർത്തനത്തിൽ 28ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, ദൈവമാണ് നമ്മുടെ ഉള്ളിൽ ഒരു വിളക്ക് കത്തുന്നത്, ദൈവമാണ് നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറ്റിക്കളയുന്നത്, അല്ലെ? യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന സമയത്ത്, അല്ലെ, നമ്മള് ഇരുട്ടിന്റെ ഡൊമിനിയൻ ആയിരുന്ന ആൾക്കാർ, അല്ലെ? കൊളോസ്യർക്ക് ലേഖനം 1ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുക, 13ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുക, നമ്മൾ ഇരുട്ടിന്റെ ഡൊമിനിയൻ ആയിരുന്നു, അല്ലെ? ഇരുട്ടിന്റെ ആധിപത്യത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം നമ്മളെ വെളിച്ചത്തിന്റെ ഡൊമിനിയനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, അല്ലെ? നമുക്ക് എഫേസ്യർക്ക് ലേഖനത്തിൽ 5ാമത്തെ ചാപ്റ്ററിന്റെ 8ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ചുറ്റോടിയിട്ട് ഇരുട്ടായിരുന്നു, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഇരുട്ടായിരുന്നു, അല്ലെ? പക്ഷെ അവിടെ നിന്നല്ല, ദൈവം നമ്മളെ വാഷ് ചെയ്ത്, യേശുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ആ കൈത്തിരി, അല്ലെ, വെളിച്ചം ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. ദൈവത്തെ യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിവേകമുണ്ട്, കാരണം പരിജ്ഞാനമുണ്ട്, അവർക്ക് യേശുവിനെ പറ്റിയുള്ള പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാനം അനുസരിച്ചാണ് അവര് ജീവിക്കുന്നത്. അങ്ങനെ അല്ലാത്ത വ്യക്തികൾ, ഈ ലോകത്തിലുള്ളവർ, അല്ലെ, അല്ലെങ്കിൽ ദൈവത്തിന് പരിജ്ഞാനം അനുസരിച്ച് ജീവിക്കാത്ത ദൈവത്തിന്റെ മക്കളാണെങ്കിൽ പോലും, വിശ്വാസികളാണെങ്കിൽ പോലും എന്താ പറ്റുന്ന, അവര് നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായിട്ടുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള വ്യക്തികളെ പറ്റി ദൈവം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. വെറുതെ തിന്നുകയും കുടിക്കുകയും, അല്ലെ, അങ്ങനെ വെറുതെ നടക്കുന്ന വ്യക്തികൾ, ദൈവത്തിലേക്ക് വരാത്ത വ്യക്തികളെല്ലാം വെറുതെ ഒരു നശിച്ചു പോകുന്ന എന്താ പറയുക മൃഗങ്ങളെ പോലെ ആണെന്നാ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകാതിരിക്കട്ടെ, അല്ലെ? ഓരോ വ്യക്തികളുടെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം യേശുക്രിസ്തു ആരാന്നുള്ള കാര്യം, ഇവരെന്താണ് ജീവിതത്തിൽ ചെയ്യുന്നുള്ള കാര്യത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലെ? വിവേകമില്ലാത്ത മൃഗങ്ങളെ പോലെ ഒരു ജീവിതം ഇവര് ജീവിച്ചു കൂട്ടാതിരിക്കട്ടെ, അല്ലെ? വലിയ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ലോകത്തില് വലിയ IAS-കാരും IPS-കാരും ഉണ്ട്, അല്ലെ? എത്രമാത്രം ആൾക്കാരുണ്ട്, പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രകാശമില്ല, ദൈവത്തിന്റെ വെളിച്ചമില്ല, അവർക്ക് ദൈവം കൊടുക്കുന്ന ബുദ്ധിയില്ല, അവർക്ക് കുറെ എക്സാം എഴുതി, അവർക്ക് കുറച്ച് മാർക്ക് കിട്ടി, അവർക്ക് കുറച്ച് ജോലി ഉണ്ടെന്നല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ പ്രകാശമില്ല, ദൈവത്തിൽ നിന്നുള്ള പ്രകാശമില്ല, ദൈവത്തിൽ നിന്നുള്ള ബുദ്ധിയില്ല. അങ്ങനെ ഉള്ള വ്യക്തികളെ പറ്റി എത്രമാത്രം വലിയ പഠിത്തമുള്ളവരാണെന്ന് പറഞ്ഞാൽ, എത്രമാത്രം പണം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ, അല്ലെ, എത്രമാത്രം കോടീശ്വരനാണെന്ന് പറഞ്ഞാലും യേശുക്രിസ്തു ഉള്ളിന്റെ ഉള്ളിൽ ഇല്ലാത്ത വ്യക്തികളാണ്. അവന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനായി അവന് തന്നെയോ അല്ലെങ്കിൽ അവന്റെ കൂടപ്പിറപ്പുള്ള ആത്മാവിനെ വീണ്ടെടുക്കാൻ
കുടുംബത്തിൽപ്പെട്ടവരുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ അവരെ പണം കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ ഉള്ള വ്യക്തികൾ വിവേകമില്ലാത്തവരും അല്ലെ, നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരും ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ കണ്ണില് നമ്മൾ എത്ര വലിയ വ്യക്തികളാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ കണ്ണിൽ വലിയ വ്യക്തിയാകണമെങ്കിൽ അല്ലെ, ദൈവത്തിന്റെ കണ്ണില് സ്വീകാര്യനായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത വ്യക്തികളൊന്നും ദൈവത്തിന്റെ കണ്ണിൽ സ്വീകാര്യരുമല്ല, വിവേകമുള്ള വ്യക്തികളുമല്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൂടെ നമുക്ക് നടക്കാം, യേശുവിന്റെ വഴികളെ നമുക്ക് അനുഗമിക്കാം അല്ലെ, യേശുവിലായിരിക്കാൻ നമുക്ക് വിവേകമുള്ളവരായേ പറ്റത്തുള്ളൂ. നമ്മുടെ ദൈവത്തെ വിവേകത്തോടുകൂടി അല്ലെ പരിജ്ഞാനത്തോടുകൂടി വാഴ്ത്താൻ എന്നാണ് ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ദൈവത്തെ വിവേകത്തോടെ വാഴ്ത്തുന്ന വ്യക്തികളായിരിക്കും, വിവേകമുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവേ, നന്ദി പിതാക്കൾ, ഞങ്ങൾക്ക് ബുദ്ധിയും വിവരവും കഥ തന്നതിന് നന്ദി. യേശുക്രിസ്തു രക്ഷകനെ സ്വീകരിക്കാനായിട്ട് അങ്ങ് തന്ന നന്മയോർത്ത് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായിട്ട് നന്ദി പറയുന്നു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. വരുംകാലങ്ങളെല്ലാം കർത്താവ് അങ്ങിലായിരിക്കും ഞങ്ങൾക്ക് യേശുനാമത്തിൽ ആമേൻ. കേട്ടതിനായിട്ട് നന്ദി യേശു. കേട്ടതിന് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.